ഇത് നബിദിനത്തിൻ്റെ അന്നാണോ എന്നറിയാൻ വയ്യ. ജസ്ന അമ്പലത്തിൽ പോയി തൊഴുകുന്നതാണ് കാണുന്നത്. അമ്പലത്തിൽ തൊഴുകുന്നത് അത് അവരോരോ ഇഷ്ടം, അവരോരോ വിശ്വാസം. ഇപ്പം ജസ്ന ഭയങ്കരമായിട്ട് സങ്കടവും പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടായിരുന്നു. ജസ്നയെ എല്ലാവരും തള്ളിപ്പറയുന്നു. ജസ്നയ്ക്ക് പള്ളിയിൽ നിന്ന് നബിദിനത്തിന് ചോറ് കൊടുത്തില്ല, എൻ്റെ മക്കൾക്കെങ്കിലും കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്ന ഭയങ്കര സങ്കടത്തിൽ വന്നിരുന്ന് പറയുന്നു. അപ്പം നമുക്ക് ജസ്നയുടെ ആ വീഡിയോ കാണാം. എനിക്ക് തോന്നണം ഈ ഷൂട്ട് ഈ പോയി അമ്പലത്തിൽ തൊഴുകുന്നത് ഉത്തരാടത്തിൻ്റെ അന്നോ അങ്ങാണ്ട് നബിദിനത്തിനാണോ എന്നറിയാൻ വയ്യ. ഇതൊക്കെ കൊണ്ടാണോ ചോറ് കൊടുക്കാത്ത? അപ്പം നമുക്ക് എന്തായാലും അത് കാണാം. ഇതൊക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലെ പോലെയും ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾക്കും എത്തിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പം എന്തോ പള്ളി കമ്മിറ്റിക്കാരോട് ഞങ്ങളെ മറന്നുപോയതായിരിക്കാം. മേ ബി ഇനി എന്തോ ഏതോ എനിക്കറിയില്ല. പിന്നീട് ഇങ്ങോട്ട് ഒരു നോമ്പിൻ്റെ സമയത്താണെങ്കിലും ഒരു പെരുന്നാളിൻ്റെ സമയത്താണെങ്കിലും ഒരു നബിദിനത്തിൻ്റെ സമയത്താണെങ്കിലും എല്ലാ വീട്ടിലും കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും തരാറില്ല. ഞങ്ങൾ മാത്രം ഈ ഏരിയയിൽ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. വളരെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പള്ളിയിൽ നിന്ന് എല്ലാവരും ചോറും കൊണ്ട് പോകുന്ന, നമുക്ക് എൻ്റെ മോനൊക്കെ പള്ളിയിൽ പോയാൽ ഒരിക്കലും മദ്രസയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതേപോലെ പള്ളിയിൽ പോകുന്ന സമയത്തും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ട് എൻ്റെ മകനെ ഞാൻ ഇവിടെ പള്ളിയിൽ പറഞ്ഞേക്കാറില്ല കേട്ടോ. പക്ഷെ എൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ പോകാറുണ്ട്. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും ആയിട്ട് ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഹാപ്പി ഓണം ലാമി. ഇന്ന് നബിദിനവും കൂടിയായിരുന്നടാ, അതാ പറയുന്നത്. അപ്പം വളരെയധികം മിസ് ചെയ്യുന്നു. അപ്പം ഉമ്മയും എത്താത്തയൊക്കെ ഏട്ടത്തിയൊക്കെ വിളിച്ച സമയത്ത് ഏട്ടത്തി പറഞ്ഞു അവിടെ മഞ്ഞച്ചോറും കറിയാണ്, ഉമ്മ പറഞ്ഞു നെയ്ച്ചോറും ബീഫ് ആണ്. ഈ ഞങ്ങളുടെ ഇവിടെ എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് വീട്ടിലോട്ട് തന്നില്ല, സ്വാഭാവികം, കുഴപ്പമില്ല. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഒരു ചിത്രം വരച്ചതിൻ്റെ പേരിലാണോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ ജസ്നയുടെ സംശയം, ജസ്നക്ക് പള്ളിയിൽ നിന്ന് നബിദിനത്തിന് ചോറ് കൊടുത്തില്ല. അതുപോലെ വീട്ടിൽ നിന്നായിരുന്നാലും സക്കാത്തിൻ്റെ കാര്യമായിരിക്കും ഉദ്ദേശിക്കണം. ചില വീടുകളിൽ നിന്നും സക്കാത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്തും ജസ്നയുടെ വീട് ഒഴിഞ്ഞിട്ടിട്ട് അവരെ വീട് മറികടന്ന് മറ്റുള്ള വീടുകളിൽ കൊണ്ടു കൊടുക്കും. എന്നിട്ട് ജസ്നയുടെ വീട്ടിൽ കൊടുക്കൂല. അതൊരു വേർതിരിവാണ് കാണിക്കുന്നതെന്നാണ് പറയണത്. അതുപോലെ പള്ളിയിൽ നിന്നും നബിദിനത്തിന് ചോറ് കൊടുത്തില്ല. സാധാരണ നമ്മളെ നാട്ടിലോട്ടൊക്കെ പള്ളിയിൽ പോയി ചോറ് വാങ്ങിക്കുകയാണ് പതിവ്. പിന്നെ വീടുകളിൽ കൊണ്ട് കൊടുക്കൂല. ഇത് ജസ്ന പറയുന്ന പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയില്ല, അവരെ ഒരു വേർതിരിവായിട്ട് മാറ്റി. അതുപോലെ കുട്ടി പഠിക്കുന്ന സമയത്ത് അത് ജസ്ന മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവിടെ എന്തോ വിഷയങ്ങളായി, അങ്ങനെയും അതിനെയും ഒരു വേർതിരിവായിട്ട് അതും കണ്ടതായിട്ട് ജസ്ന പറയുന്നുണ്ട്. അപ്പം ആ ചോറ് കിട്ടാത്തതിൻ്റെ സങ്കടം ഇരുന്ന് പറയുന്നു. അങ്ങനെ പോയിട്ട് കൊടുത്തില്ലെങ്കിൽ അത് വിഷമം തന്നെയാണ്. ഇപ്പം നബിദിനത്തിന് നമ്മുടെ മതമൊന്നല്ല, മറ്റു മതക്കാരായിരുന്നാലും അവരും പോയി ചോറ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെന്ത് സന്തോഷത്തിലാണെന്നറിയാം ആ ചോറ് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഈ ഒരു പടം, കണ്ണൻ്റെ പടം വരയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോറ് കൊടുക്കാതിരിക്കോ എന്തോ. ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണും ഇതിൻ്റെ പിന്നിൽ. അതിൽ ഭർത്താവിൻ്റെ ബ്രദറിന് പറഞ്ഞതിൽ കുറേ സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുടുംബത്തിൽ പലരോടും ഞങ്ങളോട് മിണ്ടരുത് എന്നൊക്കെ വിലക്കിയിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ പോയിട്ട് വിലക്കിയിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഞാനും 2 കുഞ്ഞുങ്ങളും മാത്രമേ വീട്ടിൽ. അപ്പൊ ഭർത്താവിന്റെ ബ്രദറാണ് ഇതിനൊക്കെ കുഴപ്പം. ഭർത്താവിന്റെ ബ്രദർ മറ്റുള്ളവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളടുത്തും ജസ്നയുടെ അടുത്തൊന്നും മിണ്ടരുത്, അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള സ്ട്രിക്റ്റൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി അത് കാരണമാണോ? എന്നോട് വിരോധം കാണിച്ചാലും 2 കൊച്ചുമക്കളോട് വിരോധം കാണിക്കരുതായിരുന്നു എന്ന് എനിക്കൊരു നമ്മളെ വിഷമം പറയാട്ടോ. അപ്പം നബിദിനത്തിനൊക്കെ എല്ലാ കുട്ടികളും
സാധാരണ എല്ലാവരും പോയി വാങ്ങിക്കുകയാണ് ചെയ്തത്. ചോറ് വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ കൊടുക്കാതെ അതിന് കുട്ടികളെ ആയിരുന്നാലും തിരിച്ച് പറഞ്ഞു വിടുകയാണെങ്കിൽ അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിപ്പോൾ പോയില്ല എന്ന് തോന്നുന്നു. പിന്നെ പറയണ ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുമോ എന്തോ, അവരെ നാട്ടിലൊക്കെ അതറിയാൻ വയ്യ. റാലിയിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് പരിപാടിയിലൊക്കെ പങ്കെടുത്ത സമയത്തും എൻ്റെ മക്കൾക്ക് ഈ യോഗഭാഗ്യങ്ങളൊന്നും ഇല്ലാതായിപ്പോയി. ഒരുപാട് വിഷമമുണ്ട് അതിൽ. വിഷമിച്ചിട്ടും കാര്യമല്ല. അതെന്ത് കാര്യം? റാലിയിൽ പങ്കെടുക്കാൻ കുട്ടികളെ വിടാത്തെന്ത്? അത് പോട്ടെ, കുട്ടികളെ ഒന്ന് വിട്ടു നോക്കണമായിരുന്നു. വിടുമ്പോൾ അവരെന്താണ് ചെയ്യണത്? ഇതില്ല, എന്തോ ഇത് കേട്ടിട്ട് എന്തോ ഇല്ല അടിയുണ്ടാക്കാൻ വന്നിരുന്ന് പറയും കണക്ക്. ഇതിപ്പോൾ അവരാരും വേറൊരു രീതിക്ക് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ജസ്നേരെ വായി തോന്നുന്നത് ഇരുന്നും കൊണ്ട് ഇല്ല അടിയുണ്ടാക്കാൻ പറയുന്ന ഒരു രീതിക്ക് ആണ് ജസ്ന ഇരുന്ന് പറയണതായിട്ട് തോന്നുന്നത്. ഇതിപ്പോൾ കുട്ടികളെ റാലിക്ക് വിടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവർക്ക് പൊയ്ക്കൂടെ? അവർ പോകുമ്പോൾ മറ്റുള്ളവരെന്താണ് പറയണത്? അല്ലെങ്കിൽ ഓട്ടിക്കുവാണെങ്കിൽ ശരിയാണ്, അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ല. പിന്നെ ചോറിന് ചെല്ലുമ്പോൾ അതുപോലെ ചോറ് കൊടുക്കാതെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിലും നമുക്ക് സംശയിക്കാം. ഇത് ജസ്ന വന്നിരുന്നും കൊണ്ട് ഇതിപ്പം പിന്നെ ജസ്നയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമോ? ഞാൻ അങ്ങോട്ടൊക്കെ അങ്ങനെയാണോ എന്തോ കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ചിത്രവര എന്ന് പറയുന്നത് എൻ്റെ ഒരു ജോലിയാണ്. അത് ഇപ്പം അങ്ങനെയാണ്. ഇതിപ്പോൾ ചിത്രവരയിലോട്ട് പോയി. ഇനിയിപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ളവർ ആ ഒരു കണ്ണുകൊണ്ട് കാണണത് എന്നാണ് ജസ്ന പറയണത്. ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് അത് അവരോരോ തൊഴിലാണ്. ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് ആർക്കെന്താണ്? ചിത്രം വരച്ച് കുടുംബം മുന്നോട്ട് പോകുന്നത് കൊണ്ട് അത് കണ്ണൻ്റെ പടം അത് വെച്ചിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. കണ്ണൻ്റെ പടം വരച്ചും കൊണ്ട് ജീവിതമാർഗം മുന്നോട്ട് പോകുന്നതിന് ഒരു തെറ്റുമില്ല. അത് ജസ്നയുടെ തൊഴിലാണ്. ജസ്നയ്ക്ക് അതേ അറിയാവൂ, കണ്ണൻ്റെ പടം വരയ്ക്കാനേ അറിയാവൂ. അത് വരച്ച് വിൽക്കുന്നു, അതിനെന്താണ്? പിന്നെ ഒത്തിരി ഒന്ന് തെണ്ടിത്തരമൊക്കെ കാണിച്ച് കൊച്ചു കള്ളി. അതെന്താണ്? ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ടോ അവിടെ ചെന്നിന്നും കൊണ്ട് വീഡിയോ പകർത്തി അതിനകത്ത് മൊത്തത്തിൽ തിരിഞ്ഞ് കറങ്ങി മൊത്തത്തിൽ പോയി വീഡിയോ എടുത്ത് എന്നിട്ട് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി അത് പോസ്റ്റ് ചെയ്ത്. ഇതിനാണ് അടിയുണ്ടാക്കാൻ. അപ്പം മറ്റുള്ളവർ കാണിക്കാത്ത, അവരെ മതത്തിലുള്ളവർ കാണിക്കാത്ത രീതിക്ക് പോലും ജസ്ന അതിനകത്ത് ചെന്നിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു തരാറില്ലേ, ജസ്ന അങ്ങനെ പോയി എടുക്കരുത്, അത് നമുക്ക് ഒതുങ്ങേണ്ട ഭാഗത്ത് ഒതുങ്ങണം. പ്രാർത്ഥിക്കാറുണ്ട് ആളുകൾ, അവർ ഓരോരുത്തരെ വിശ്വാസമാണ് എന്ന് വിചാരിച്ചും കൊണ്ട് ഇപ്പം തന്നെ ഈ ഇടയ്ക്ക് പായസമായിട്ട് നിങ്ങളാരും ആ മതത്തിലുള്ളവരാരും കണ്ണന് പായസം കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചിട്ടില്ല, ഞാനാണ് ആദ്യമായിട്ട് കൊണ്ടുപോണത്, നിങ്ങളെല്ലാവരും പോയി വാങ്ങിച്ച് കുടിക്കുകയല്ലേ ഉള്ളൂ, ഞാനാണ് ആദ്യമായിട്ട് കൊണ്ടു കൊടുക്കണത് എന്നും പറഞ്ഞും കൊണ്ടൊക്കെ ജനങ്ങളെയൊക്കെ വീമ്പിളക്കിയിട്ട് ഒരു ടിന്നിൽ എന്തോ തോരൻ പരിപ്പ് പായസമായിട്ടൊക്കെ പോയില്ലേ. എന്നിട്ട് പറയണ അത് ലേലം വിളിച്ചിന് ആളിയേക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ വന്നിരുന്ന് പറയണത് ആരാണ്? അപ്പം ഇങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോൾ അങ്ങനെയാണോന്നും അറിയാൻ വയ്യ. ഞാൻ ചോദിക്കട്ടെ, എത്ര ഉസ്താദുമാർ, എത്ര ആൾക്കാർ പ്രഭാഷണം നടത്തുന്നുണ്ട് യൂട്യൂബ് മുഖാന്തരം? അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഹലാലാണോ? അങ്ങനെ പറയല്ല കേട്ടോ, മതം പറയല്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. വിഷമം ആയപ്പം ജസ്റ്റ് അതിൻ്റെ ഇടയിൽ അതും പറഞ്ഞൊപ്പിച്ചു, ഉസ്താദന്മാരെയും പറഞ്ഞൊപ്പിച്ചിട്ട് പറയണം മതം പറയല്ല കേട്ടാ. ഇതിപ്പം വേറെ ഒന്നും അല്ല, സിമ്പതി പിടിച്ചു പറ്റിയാണ്. ഇതിപ്പോൾ സിമ്പതിയോടുകൂടി സങ്കടത്തിൽ വന്നിരുന്നു പറയണേ, നബിദിനത്തിനും എനിക്കും കുട്ടികൾക്കും ചോറ് തന്നില്ല. സംഭവം പുള്ളിക്കാരിയുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വാരി കൊടുത്തില്ല, ഇതാണ് പറയണത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയണത്. അപ്പം ഈ സങ്കടത്തോടു കൂടി എനിക്ക് ചോറ് കിട്ടിയില്ല, എൻ്റെ മക്കളെ ഒറ്റപ്പെടുത്തി, ഞങ്ങൾക്കാരുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇരുന്നുകൊണ്ട് പറയണതാണ്. എപ്പോഴും എന്തൊരു ചെയ്യും, കണ്ണൻ്റെ ഫോട്ടോ വിൽക്കും. അപ്പോൾ ഒരുപാട് വിൽക്കാനായിട്ടുണ്ട്, ഒരുപാട് വരച്ചവിടെ വെച്ചിരിക്കുകയാണ്, അതൊന്നും വിറ്റു പോണില്ല. അതുകൊണ്ടായിരിക്കും വന്നിരുന്ന് സിമ്പതി പറയണം. ജനങ്ങൾ കൂടുതലും ഇഷ്ടപ്പെടും. പങ്കുവെക്കാൻ ആരുമില്ല. അവിടെ ഉള്ളവരൊക്കെ ഇവിടെ പോയടേ ജസ്ന?
സലീമാക്കല്ലേ പോയുള്ളൂ, എന്നാലും വേറെ കൊണ്ടല്ലോ മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മളെടുത്തൊരു വേർതിരിവ് എന്നോടും ഒരു 2 പൈതലുങ്ങളോടും എന്തിനാന്നറിയില്ല. എല്ലാ വീട്ടിലേക്കും അവർ ചോറ് കൊടുക്കുന്നതാ. ഒരു പൊതി ചോറല്ലേ, ഞങ്ങൾക്കും തന്നൂടെ? ഞങ്ങൾ മാത്രല്ലേ ഉള്ളൂ. പറഞ്ഞതിനെതിരെ സലീം ദുബായിലാണ്. ഇപ്പോൾ പറയുന്നത് സലീം ദുബായിലെന്ന്. കഴിഞ്ഞതിന് പറയാനായിട്ട് ദൃശ്യ മോഡലിൽ ഞാൻ വീട്ടിനകത്ത് കുയിച്ചിട്ടെന്നും പറഞ്ഞ് ഓരോരുത്തർ റിയാക്ഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്ത് വന്ന് കമൻ്റ് ഇട്, എന്താ കുഴപ്പം നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നും പറഞ്ഞു വരും. ഇപ്പോൾ പറയണ കഴിഞ്ഞതിന് വന്നിരുന്നുകൊണ്ട് പറയുന്നത് സലീമിനെ കുഴിച്ചിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കണം, അതിനകത്ത് കക്കൂസൂചിയിൽ കുഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറയണ സലീം ദുബായിലെന്ന്. ആരെ ബോധ്യപ്പെടുത്താനാ എന്താ പറയുന്നത്? പിന്നെ ഈ ചെറിയ പിള്ളേരാടോ 16 മക്കളെ പ്രായം അറിയാൻ വേണ്ടി പറയുന്നു. 16 11 വയസ്സുള്ള മക്കൾ കുറേ നാളുകൊണ്ട് കേൾക്കണമാണല്ലോ. പിന്നെ സലീമിൻ്റെ കാര്യം ഇപ്പം എടുത്തിട്ടതിന് ഒരു കാര്യമുണ്ട്. കൂടെ നമ്മളെ സലീമാക്കായ എൻ്റെ ഇടയിൽ വലിച്ചഴിക്കും. സലീമാക്ക കൊണ്ട് ദുബായിലാണ് എന്ന് അറിയിക്കണതാണ്. 11 വയസ്സുള്ള 2 മക്കളാണുള്ളത്. എന്നെ നോക്കണ്ട, അവർക്കെങ്കിലും വേണ്ടിയിട്ട് കൊടുക്കാമായിരുന്നു. അല്ല, ഈ നമ്മുടെ പരിസരത്ത് 1-2 വീട്ടിൽ കൊണ്ടുവരുന്നതാ, അല്ലെ ഈ ഏരിയയിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് മറ്റ് എന്താ പറയുക, മതസ്ഥരെ അടുത്ത് ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ പെരുമാറുകയും മറ്റ് മതസ്ഥരായിട്ട് സന്തോഷത്തോടെ പെരുമാറുകയും നബിദിനത്തിന് മുട്ടായി കൊടുക്കുന്നതും ഓണത്തിന് മാവേലി ഇതാക്കുന്നതും ഒക്കെ വേഷം കെട്ടുന്നതൊക്കെ മതസൗഹാർദ്ദമാണ്. അതിനെന്ത്, നബിദിനത്തിന് മറ്റുള്ളവർ കുട്ടികൾക്ക് സന്തോഷത്തിൽ മുട്ടായി കൊടുക്കും, പായസം കൊടുക്കും, പൊന്നാടവരെ ഇട്ട് കൊടുക്കണുണ്ട്. അതൊക്കെ അവരെ ഒരു സന്തോഷമാണ്. അല്ലാതെ ജസ്നാരാണക്കൊന്നും ഇങ്ങനെയൊന്നും വന്നിരുന്ന് കാണിക്കൊന്നുമില്ല. പിന്നെ ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറല്ലെന്ന് പറഞ്ഞാൽ ജസ്ന കയറിയിരിക്കും. വീഡിയോ എടുക്കല്ലെന്ന് പറഞ്ഞാൽ ജസ്ന എടുത്തിരിക്കും. എന്നാ ഞാൻ ഇതാ എടുത്തു എന്നിട്ട് അതിൽ പോസ്റ്റ് ചെയ്യും. പായസവും കൊണ്ട് അതിനകത്ത് കയറരുതെന്ന് പറഞ്ഞാൽ ജസ്ന കയറിയിരിക്കും. കോടതി വരെ വിലക്കിയതാണ് ജസ്നായ. കേസ് വരെ പോയ കാര്യമാണ് അതിനകത്ത് കിടന്ന് ചുറ്റിക്കറങ്ങിയപ്പോൾ. എന്നിട്ട് ജസ്റ്റിനെ വീണ്ടും വന്നിരുന്നും കൊണ്ട് അതേ പ്രവർത്തികൾ തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പം അത് ഇഷ്ടപ്പെടാത്തവരും കാണും. മതസൗഹാർദ്ദമായിട്ട് കൂട്ടിയാൽ പോരെ എൻ്റെ ഒരു ജോലിയെയും. നിന്റെ ജോലി എവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ജസ്റ്റിനെ കാണിക്കുന്ന തെണ്ടിത്തരത്തിനേ ആളുകൾ പറയുന്നുള്ളൂ. അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് പറയുന്നുള്ളൂ. ജോലി എവിടെ ആരും ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പെരുന്നാക്ക് ആക്കി കറുത്താലല്ല, പൊതുവെ എല്ലാ വീട്ടിലേക്കും മഹലിലുള്ള എല്ലാ വീട്ടിലേക്കും ഇറച്ചിയാണെങ്കിൽ കൊടുക്കുന്നതാണ്, അല്ലെ അരിയാണെങ്കിലും ഒക്കെ കൊടുക്കുന്നത്. എന്തരാണോ പെരുന്നാക്കാക്കി കറുത്താക്കറ എന്തായിരുന്നാ ഒരു വാക്ക് പറഞ്ഞു. അതെന്താണോ അത് വ്യക്തമായിട്ട് വന്നില്ല. നിങ്ങളെയൊക്കെ നാട്ടിൽ അതെന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. എന്താണോ എന്തോ ഒരു വാക്ക് അതിൻ്റെ ഇടയിൽ പറഞ്ഞു. അതാ എന്നെ 2 മക്കളെയും മാത്രം മഹലേര് കാണുന്നില്ല. അപ്പൊ ഇന്ന് എല്ലാ വീട്ടിലും കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മാത്രം തരാണ്ടിരുന്നപ്പോ ഒരു വിഷമം തോന്നി. ഒരു പിടി കൊണ്ടു കൊടുക്കണേനല്ലേ, പൊതി കെട്ടി കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യണേന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അപ്പൊ പൊതി കൊണ്ട് കൊടുത്ത സമയത്ത് ജസ്നയുടെ വീട്ടിൽ കൊടുക്കാതെ ജസ്നയുടെ വീടും മറിയടന്ന് കൊടുത്തു. അയ്യോ, അത് പാവം തന്നെയാണ് കേട്ടോ. അതെത്തി അങ്ങനെ കൊടുക്കണ്ടേ. അല്ലാതെ ജസ്നെത്തി അമ്പലത്തിനകത്ത് കയറിയെന്ന് വിചാരിച്ചും കൊണ്ട് പറയല്ലേ. ചോറ് അത്രയല്ലേ, നമുക്കൊക്കെ വീട്ടിലൊക്കെ ഒരുപാട് വെക്കുന്നുണ്ടാവും. ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് ബിരിയാണി തന്നെ വെച്ചിട്ടുണ്ടാവും. എന്നാ പോലും നമുക്ക് പുറത്തുനിന്ന് ഈ മദ്രസയിൽ നിന്നൊക്കെ കിട്ടുന്നത് അതൊരു വല്ലാത്തൊരു ഫീല്. നമുക്ക് അത് തന്നെ അത് കഴിക്കാൻ നമുക്ക് തോന്നും. നബിദിനത്തിന്റെ ചോറ് അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോൾ വേറെ എവിടെ നിന്നെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് കഴിക്കുക. അതൊക്കെ ശരിയാണ്. ചെയ്യാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഫീലാണത്. ഒരു വിഷമം തോന്നി. നമ്മളെ മാത്രം മാറ്റി നിർത്തിയപ്പോൾ എവിടെയാ എല്ലാവരും മതസൗഹാർദ്ദം കാണുന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ നടത്തുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങളുടെ നാട് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ സമയം തൊട്ടേ
ഇവിടുത്തുകാർ അങ്ങനെ മതം പറഞ്ഞ് കളിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാവരും ചിലരെയൊക്കെ വേഷവിധാനങ്ങൾ കണ്ടാൽ തന്നെ അവരേത് മതസ്ഥനാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്ന രീതിയിലുള്ള ആൾക്കാർ അങ്ങനത്തെ രീതിയിൽ തന്നെ പലരും നടക്കാറുള്ളത്. അപ്പോഴേ ഇത് മൊത്തം മതം വെച്ചിട്ടുള്ള കളിയാണല്ലോ ഇവിടച്ചോനെ, എനിക്ക് വയ്യ. അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഇന്ന മതസ്ഥരാണ്, അവരോട് മിണ്ടരുത്, അല്ലെ അവരിന്ന മതസ്ഥരാണ്, അവരോട് അതിന്റെ മുമ്പത്തെ നോമ്പിന് പെരുന്നാളിനൊക്കെ ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. എല്ലാ വീട്ടിലും എല്ലാരും സാധനങ്ങൾ കൊടുക്കുന്നത്, നമ്മുടെ വീട്ടിൽ മാത്രം ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. ഞങ്ങളും മനുഷ്യഗണത്തിൽ തന്നെ പെട്ട. ചിലരങ്ങനെയാണ്, ചില വീട് ഇടഞ്ഞിട്ടിട്ട് കൊടുക്കും, അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ ജസ്നയുടെ വീട്ടിൽ മാത്രം അങ്ങനെ കാണിക്കുന്ന എന്ത്? അതാണ് ഞാൻ തലേന്നൊരു തട്ട മൂരി എന്ന് വെച്ചിട്ട് ഞാൻ ഒരു മനുഷ്യനല്ലാതെ ഇരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തട്ട മൂരിയതാണ് വിഷയമെങ്കിൽ ഞാൻ മതത്തിൽ നിന്ന് വിട്ടുപോയിട്ടോ മതത്തെ കുറ്റം പറയാൻ വന്നിട്ടോ ഒന്നുമില്ല. എന്നെ വിട്ടേക്കൂ. നിന്നെ വിട്ടേക്കൂന്ന് പറഞ്ഞപ്പോ ആരെയും പിടിച്ചു വെച്ചേക്കണില്ലല്ലോ. ജസ്നയുടെ പാട് നോക്കുന്നു, മക്കള് അങ്ങനെ പാട് നോക്കുന്നു, പിന്നെ വിട്ടേക്കാൻ പറയണ. ഇതിപ്പോ ആര് പിടിച്ചു വെച്ചിരിക്കണ്? എന്തരൊക്കെ പറയണ്? അപ്പം ഈ നാട്ടില് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്റെ ഭർത്താവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് അവരൊക്കെ രാഷ്ട്രീയവും കൊണ്ടുവന്നു, മതവും കൊണ്ടുവന്നു. കണ്ട, എന്നാലും സലീമാക്ക അതിൻ്റെ ഇടയിൽ വലിച്ചിഴയ്ക്കുന്നുണ്ട്. ദുബായിൽ നിൽക്കുകയാണ്, കൂടെ പറയുന്നുണ്ട്. ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുന്നു, പുള്ളിക്കാരൻ കമ്മ്യൂണിസ്റ്റാണ്. എന്താ പറയാ, മറ്റു മതസ്ഥരായിട്ട് സംസാരിക്കുകയും മറ്റു മതസ്ഥരുടെ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്യും. എനിക്കൊക്കെ അത് കല്യാണം കഴിച്ച സമയത്തൊക്കെ ഒരു അത്ഭുതം പോലെ തന്നെയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ ഇങ്ങനത്തെ ഒരു സമ്പ്രദായം തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞതുപോണം ഞങ്ങളുടെ ഇതിപ്പം മറ്റേ മതക്കാരെ വീട്ടിൽ പോണതിനെ പറ്റിയൊക്കെയാണ് എടുത്തിടണം. ഇവിടെ അതിനെ പറ്റിയൊക്കെ ആരെന്ത് പറഞ്ഞു? മറ്റേ മതക്കാരെന്ന് പറയണ അവരൊക്കെ എന്ത് സ്നേഹമുള്ള മനുഷ്യരാണ്. ഇതിനെയൊക്കെ പറയണ എന്തിനാണ് ജസ്ന? നീ നാട്ടിൽ അങ്ങനെ ഓണത്തിനും വിഷുവിനൊക്കെ മറ്റു വീട്ടിൽ പോവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വളരെ ചുരുക്കമായിട്ട് ഉണ്ട് എന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ അടുത്തൊന്നും ഒരുപാട് മറ്റു മതസ്ഥരില്ല. നീ കൂടുതൽ പറയണ്ട. ഇത് ബാക്കിയുള്ളവർ പ്രതികരിക്കണതിൻ്റെ കാര്യം, ജസ്ന ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറല്ലെന്ന് പറഞ്ഞാൽ ജസ്ന കയറും. ജസ്ന അതിനകത്ത് കിടന്ന് കോപ്രായങ്ങൾ കാണിക്കും, വീഡിയോ ഫുള്ള് പകർത്തും. എന്നിട്ട് അവിടെ നിന്നും കൊണ്ട് വീഡിയോ എടുത്ത് ജസ്നയുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യും. എന്നിട്ടെന്താണ് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർ അവർ വെറുതെ ഇരിക്കൂല. ഒരു ടിന്ന് പായസമായിട്ട് പോയാണ്ട് അതുപോലെയാണ് ജസ്നയുടെ പ്രവർത്തികൾ. എന്നിട്ടിപ്പം വന്നിരുന്നും കൊണ്ട് നബിദിനത്തിൻ്റെ കാര്യവും പറഞ്ഞ് വന്നിരുന്നും കൊണ്ട് മതത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നും കൊണ്ട് ആണ് ജസ്നയുടെ കുഴപ്പം. ചോറ് കിട്ടിയില്ല എന്ന് പറഞ്ഞും കൊണ്ട് വന്നിരുന്ന് മതത്തിൽ അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർ ആ ഡ്രസ്സ് ഇടണ്, ഇവർ ഈ ഡ്രസ്സ് ഇടണ്, എന്തൊക്കെയാണ് പറയണത്. പിന്നെ സലീമാക്കായെ എടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അങ്ങനെയല്ലേ സലീമാക്ക? ഈ കൊച്ചുകൊണ്ടിൻ്റെയൊക്കെയോ എന്തോ പറയണത്. കൂടെ പറയും സലീമാക്കായല്ലോ ഞാൻ കൂയിച്ചിട്ടെന്ന് പറയും. ചിലപ്പോൾ പറയും എന്നെ ഡിവോഴ്സ് ചെയ്ത് സലീമാക്ക പോയെന്ന് പറയും. പിന്നെ പറയും ജയിലിലാണെന്ന് പറയും. ഇപ്പം ഏത് വിശ്വസിക്കട്ട്? ചിലപ്പോൾ പറയും എനിക്കിനി പറയാൻ വയ്യ.